ചിത്രം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും എല്ലാ കഥാപാത്രങ്ങളുടെയും യാത്ര തന്നെയാണ് ഈ ചിത്രം. ഇതിലെ തുടക്കത്തിൽ ജയൻ ഒരു യാത്രയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും ജയൻ്റെ ജീവിതത്തിലെ യാത്രകളുടെ കഥ പറയുന്നതാണ്. അയാളുടെ ജീവിതത്തിൻ്റെ ഒരു യാത്ര, അയാൾ ജനിച്ചു വളർന്ന വീടും ചുറ്റുപാടും, അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ട്രാജഡി ഉണ്ടാവുകയും ആ ട്രാജഡിയിൽ നിന്ന് ഓവർകം ചെയ്ത് പുള്ളി ഒരു വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് നയിക്കുകയും വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ഒരാൾ, അയാളുടെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹാപ്പി ജേണി എന്നുള്ള പേര് തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റിൻ്റെ ഒരു വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പേര് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളടക്കം തീർച്ചയായിട്ടും ഒരാളുടെ ജീവിതത്തിൻ്റെ യാത്രയാണ്. അത് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളോ ആ യാത്രയുമായി ബന്ധപ്പെട്ട കഥയോ അല്ല ഇത്. ഒരാളുടെ നമ്മളെല്ലാം ലൈഫ് യാത്രയാണ് അല്ലേ. ഒരിക്കലും ഇന്നെന്ന് പറഞ്ഞാൽ പിന്നെ നാളെയാണ്, ഇന്നലെ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ യാത്രയുണ്ട്, ലൈഫിൽ മൊത്തം നമുക്ക് യാത്രയാണ്. അപ്പോൾ വെറുതെ ഇരുന്നാലും നമ്മുടെ വാച്ച് ഓടിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ്, ആ ലൈഫ് ആ ക്യാരക്ടർ ആരോൺ എന്ന് പറഞ്ഞ് ജയസൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്ത കുറേ കഥാപാത്രങ്ങളും ആ ലൈഫിൻ്റെ ഒരവസ്ഥാനം, ഇപ്പോൾ അയാൾ എങ്ങോട്ടാണ് പോകുന്നത് വരെയുള്ള കാര്യം നമ്മൾ ഈ പരിചയപ്പെടുന്ന അപർണ ഗോപിനാഥ് ചെയ്യുന്ന സിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് പറയുന്നതിൻ്റെ ഒരു എവിടെ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സിനിമയിൽ പറഞ്ഞു തീർക്കുന്നത്. ഞാനിതിനെ പുതുമ എന്ന് കാണുന്നത് പ്രേക്ഷകർ എന്ത് പുതുമയാണോ ഈ ചിത്രത്തിൽ കാണുന്നത് എന്നതിനെ ഉദ്ദേശിച്ചായിരിക്കും. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ അവർക്ക് പുതുമയായിട്ട് തോന്നാം, ചിലപ്പോൾ തോന്നാതിരിക്കാം. പക്ഷേ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രയത്നിച്ചിട്ടുണ്ട്. അത് ഒരു പുതുമയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കഥയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ റോമൻസ് എന്ന് പറയുന്നത് 2013 ഒരു ഏറ്റവും വലിയൊരു കമേഴ്ഷ്യൽ വിജയമായ ഒരു ചിത്രമായിരുന്നു. അതിനുശേഷം എനിക്ക് വന്ന കുറേ കഥകൾ അതേ ജനസിൽപ്പെട്ട ചിത്രങ്ങളുടെ സബ്ജക്റ്റ്. അപ്പം അങ്ങനെ ഒരു ചിത്രം അടുത്ത് ചെയ്യണമെന്ന് എനിക്ക് ഇനിയൊരു ചിത്രം അതുപോലെ ചെയ്തെന്നിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ റോമൻസ് പോലെ അതേ കാറ്റഗറിയിൽ ഒരു ചിത്രം ചെയ്യാൻ എൻ്റെ മനസ്സിലില്ലായിരുന്നു. അപ്പം വ്യത്യസ്തമായ എന്തെങ്കിലും സബ്ജക്റ്റ് കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ ജയസൂര്യയോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ ജയനാണ് ഒരു ദിവസം അരുൺലാൽ എന്ന് പറഞ്ഞ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ കാര്യം എന്നോട് പറയുകയും അരുൺ വന്ന് എന്നോടൊരു കഥ പറയുകയും ചെയ്തു. ഒരു 3-4 കഥ പറഞ്ഞു. ആ കഥയിൽ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് അതിനകത്തൊരു പ്രത്യേകത തോന്നി. കാരണം നമ്മൾ ഇന്നുവരെ മലയാളത്തിൽ പറയാത്ത ഒരു വിഷയമാണ്. ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആണ് എങ്കിൽ പോലും ഒരു ഫാമിലി മാൻ്റെ സബ്ജക്റ്റ് അല്ല. ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാണാനുള്ള നമ്മുടെ ഒരു ഇതങ്ങ് പോകുന്നതുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ ഒരു യാത്രയിൽ ഇദ്ദേഹം പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ശരിക്ക് ഒരു പുതുമയുള്ള ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ കഥയിലേക്ക് ഞാൻ വന്നത്. കഥയുടെ കാര്യം തന്നെ, ഈ കഥയിലെ വ്യത്യസ്തത എന്ന് പറയുന്നത് തന്നെ ഇതിലെ ജയൻ അവതരിപ്പിക്കുന്ന ആരോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ബ്ലൈൻഡ് ആണെന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊരിക്കലും കഥ ഉണ്ടായതിനു ശേഷം ബ്ലൈൻഡ് ആയതല്ല. ഇതൊരു അയാൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ അയാൾ ഷെയർ ചെയ്യുന്ന ഒരു മാറ്ററാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഓൾറെഡി ബ്ലൈൻഡ് എന്നുള്ളൊരു മാറ്റർ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ജയനെ സംബന്ധിച്ചിടത്തോളം ജയസൂര്യ എപ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ അന്ധനായ ഒരു ക്യാരക്ടർ അയാൾ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അയാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയൊക്കെ പല ബ്ലൈൻഡ് അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ബ്ലൈൻഡ് സുഹൃത്തുക്കൾ ജയൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പലരെയും അത് വീട്ടിൽ കൊണ്ടുവന്ന് അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ മാനറിസങ്ങളും ബോഡി ലാംഗ്വേജുകളും ഒക്കെ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ കഥാപാത്രത്തിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തി എന്നാണ് പ്രിപ്പറേഷൻ നടത്തി, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഗുണം ഈ കഥാപാത്രത്തിനുണ്ട്. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ബ്ലൈൻഡിൻ്റെ ബോഡി ലാംഗ്വേജും അയാളുടെ എല്ലാ രീതിയിലും മാനറിസങ്ങളും എല്ലാം ജയൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒരു നായകനും നായികയും മാത്രമല്ലല്ലോ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും നമുക്കൊരു കഥയിൽ വന്നാൽ മാത്രമേ നമുക്കത് പോകാൻ. ഇപ്പോൾ ഒരു നായകൻ മാത്രമായിട്ടുണ്ടായിട്ടും കാര്യമില്ല. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ തിരക്കഥ കാര്യങ്ങളിലേക്ക് വരുന്നപ്പോൾ പല കഥാപാത്രങ്ങളും ഇതിലുണ്ടായി. ഇപ്പോൾ ഇതിൽ നായകനും നായിക ആദ്യം ഉണ്ടായി, അവരുടെ യാത്രയിലെ കഥയാണെന്ന് ആദ്യം പറഞ്ഞ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ വന്ന പല കഥാപാത്രങ്ങൾ. അപ്പോൾ ആ കഥാപാത്രങ്ങളെല്ലാം ഞാൻ പ്ലേസ് ചെയ്തത്
ഒരിക്കലും പുതുമുഖങ്ങളോ ഒന്നും അല്ലെങ്കിൽ പോലും ഇതിൽ പുതുമുഖങ്ങളുണ്ട് കുറച്ച് പേര്, എന്നാൽ പോലും ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ഇതുവരെ ജയനുമായിട്ട് കോമ്പിനേഷൻ വരാത്ത കുറേ ആർട്ടിസ്റ്റുകളെ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നപ്പോഴാണ് ഈ സിനിമയിൽ വേറൊരു സിനിമ എന്ന് തോന്നുന്ന ഒരു എലമെൻ്റ് ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ റോമൻസിലായാലും ജനപ്രിയനിലായാലും ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ ഇപ്പം ഞാനിപ്പം ഒരു പ്രേക്ഷകനായിരുന്നു, ഇപ്പോഴും പ്രേക്ഷകൻ തന്നെയാണ്. തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിരുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ തന്നെയാണ് ഞാൻ. അപ്പോൾ അന്ന് പല പല സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഓരോ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കയറും. അപ്പോൾ ഇപ്പം നമ്മളൊരു കഥാപാത്രം ഉണ്ടാകുമ്പോൾ അവരുടെ മുഖങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ അതുമായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരാൾ വന്ന് ചെയ്താൽ ഇത് കൊള്ളാം എന്ന് തോന്നുന്നു. അത് ഭാഗ്യം പോലെ വന്ന് അവർ ചെയ്യുന്ന ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യും.